നമ്മുടെ ഒസ്തങ്കടി ടൗൺ നമ്മുടെ തലപ്പാടി ചെങ്കള റീച്ചിലെ ഓവർപാസ് വരുന്ന ആദ്യത്തെ ടൗണാണ്. രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ ബന്ദിയോടാണ്. എന്താ വ്യൂ അല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ പൊസോഡ് മുതൽ നമ്മുടെ ഉപ്പള ഗേറ്റ് വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ സുഹൃത്തുക്കളെ, നിങ്ങൾ മൊബൈലിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കണേ. കാരണം അതിൻ്റേതായ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും. നമ്മുടെ തലപ്പാടി മുതൽ പൊസോട്ട് വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പൊസോട്ടിലെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പൊസോട്ടിൽ നമ്മൾ കാണുന്ന ഭാഗത്തായിട്ട് നല്ല കുന്നുള്ള പ്രദേശമായിരുന്നു. ഇപ്പോൾ കുന്ന് ഇടിച്ച് നിരപ്പാക്കിയിട്ട് ഇപ്പോൾ റോഡ് വരുന്നത് കുറച്ച് താഴ്ന്നിട്ടാണ് കേട്ടോ. വലതുഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സർവീസ് റോഡാണ്. നല്ല ഉയരത്തിലാണ് സർവീസ് റോഡ് ഈ ഭാഗത്തായിട്ട് വരുന്നത്. നമ്മുടെ തലപ്പാടി മുതൽ പൊസോട്ട് വരെ നമ്മുടെ റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയതാണ്. ഇവിടെ ലൈറ്റിംഗ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി റോഡിൽ ലൈൻ ഇടാൻ മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. ഇപ്പോൾ രണ്ട് വശത്തും കൂടി സർവീസ് റോഡ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൊസോട്ടിൽ ചെറിയൊരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ് വരുന്നുണ്ട്. ഇവിടെ 3 ലൈനിൽ കൂടിയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ബങ്കര ഭാഗത്തൊരു ബ്രിഡ്ജ് വരുന്നുണ്ട്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ്. അതിൽ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 3 ലൈനിൽ കൂടി വാഹനങ്ങൾ കാസർഗോഡ് ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ബങ്കര പാലത്തിൻ്റെ കുറച്ച് വർക്കും കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് തുറന്നു കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ബങ്കര പാലത്തിൻ്റെ വർക്ക് നല്ല രീതിയിലാണ്. ഇവർ ഫാസ്റ്റായി തന്നെയാണ് ഇപ്പോൾ വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നത്. നമുക്കറിയാം, മറ്റു റീച്ചുകളെ അപേക്ഷിച്ച് നമ്മുടെ തലപ്പാടി ചെങ്കള റീച്ചിൽ നമ്മുടെ ULCCൻ്റെ വർക്ക് നല്ല ഫാസ്റ്റായി തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 80% വർക്കും ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുതൽ ചെറിയൊരു ഡൈവേഷൻ വരുന്നുണ്ട്. ഇവിടെ വലതുഭാഗത്തായിട്ട് 3 ലൈൻ കൂടിയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാസർഗോഡ് ഭാഗത്തുനിന്ന് ഇപ്പോൾ വരുന്നത് സർവീസ് റോഡിൽ കൂടി വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗത്തും സർവീസ് റോഡും തുറന്നു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒസ്തങ്കടി ഓവർപാസിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 3 ലൈനിൽ കൂടി വാഹനങ്ങൾ രണ്ട് വശത്തോടും പോയിക്കൊണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് രണ്ട് വശത്തും ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെൻട്രലിൽ നമ്മുടെ ഡിവൈഡറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പൈനിങ് വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇവിടെ ലൈറ്റിങ്ങിൻ്റെ വർക്ക് ഇനിയും ബാക്കിയുണ്ട്. ഒസ്തങ്കടി ഓവർപാസിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 3 ലൈൻ കൂടി വാഹനങ്ങൾ ഇരുവശത്തോടും കൂടി പോയിക്കൊണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡിൻ്റെ വർക്കാണ് ആദ്യം നടന്നത്. നമുക്കറിയാം, മഴക്കാലത്ത് ഇവിടെ നല്ല രീതിയിൽ ഡ്രെയിനേജിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതൊക്കെ ഇവർ പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 3 ലൈനിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറുവശത്ത് 3 ലൈനിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡ് കൂടിയും വാഹനങ്ങൾ പോയിക്കൊണ്ട്. ഇവിടെ ഓവർപാസിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഓവർപാസിൻ്റെ അടിയിലുള്ള റോഡിൻ്റെ വർക്കാണ് ഇനി കുറച്ച് ഭാഗത്തായിട്ട് ഫിനിഷ് ആകാൻ ബാക്കിയുള്ളത്. അപ്പോൾ ഇവിടെ മുതൽ നമ്മുടെ വലതു ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്കും ഫിനിഷ് ആകാൻ ബാക്കിയുണ്ട്. അപ്പോൾ നിലവിൽ നമ്മുടെ ബന്ദിയോട് ടൗണിലേക്ക് നമ്മുടെ ഇടതു ഭാഗത്തായിട്ട് സർവീസ് റോഡ് കൂടിയാണ് ഇപ്പോൾ ബസ് സർവീസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർണാടക വിട്ല പുത്തൂർ പോകുന്ന റോഡാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മളൊരു ട്രെയിൻ പാസ് ചെയ്യുന്ന കാഴ്ച കാണാൻ സാധിക്കും. നമ്മുടെ റെയിൽ പാളത്തിന് സമാന്തരമായി തന്നെയാണ് നമ്മുടെ ദേശീയപാത കടന്നു പോകുന്നത്. നമ്മുടെ ഒസ്തങ്കടി ഓവർ പാസേജ് കഴിഞ്ഞ് വലതുഭാഗത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കും ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 3 ലൈനിൻ്റെ വർക്കും ഇനി കുറച്ച് ഭാഗത്തായിട്ട് പുരോഗമിക്കാൻ ബാക്കിയുണ്ട്. ഇപ്പോൾ സർവീസ് റോഡിൽ കൂടിയാണ് ലൈൻ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. ഈ ഭാഗത്തായിട്ട് 3 ലൈനിൻ്റെ വർക്കും ബാക്കിയുണ്ട്. അപ്പോൾ നല്ല ഉയരത്തിലാണ് കേട്ടോ ഇടതു ഭാഗത്തായിട്ട് നമുക്ക് സർവീസ് റോഡ് കാണാൻ സാധിക്കുന്നത്.
നമ്മളങ്ങനെ ഉപ്പള ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഉപ്പള ബ്രിഡ്ജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് വാഹനങ്ങൾ രണ്ട് ഭാഗത്തോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് നമ്മുടെ പഴയ ബ്രിഡ്ജാണ് കാണുന്നത്. പഴയ ബ്രിഡ്ജ് നിലനിർത്തി തന്നെയാണ് ഇപ്പോൾ ദേശീയപാത കടന്നു പോകുന്നതെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ മുതൽ നമ്മുടെ ഉപ്പള മേൽപ്പാലം വരുന്നത് വരെ റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. എന്നിരുന്നാലും ഇവിടെ 3 ലൈൻ കൂടിയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വലത് ഭാഗത്തായിട്ട് ഇപ്പോൾ കുറച്ചും റോഡിൻ്റെ വർക്ക് ഫിനിഷ് ആകാൻ ബാക്കിയുണ്ട്. സർവീസ് റോഡിൻ്റെ വർക്കാണ് ഈ ഭാഗത്തായിട്ട് ഫിനിഷ് ആകാൻ ബാക്കിയുള്ളത്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് റോഡ് വർക്ക് നേരത്തെ ഫിനിഷായതാണ്. പിന്നെ വർക്ക് നടന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ നടക്കാനായിട്ട് ബാക്കിയുണ്ട്. നമ്മൾ ഈ പെട്രോൾ പമ്പ് കഴിഞ്ഞ് കുറച്ച് മുമ്പിലോട്ട് വരുമ്പോൾ ഇവിടെ ഡൈവേർഷൻ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് 2 ഭാഗത്തായിട്ട് ഇപ്പോൾ 6 ലൈൻ തുറന്നു കൊടുത്തിട്ടുണ്ട്. വാഹനങ്ങൾ 2 വശത്തോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുതൽ സർവീസ് റോഡും ഫിനിഷ് ആയിട്ടുണ്ട്. വാഹനങ്ങൾ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഡിവൈഡറിൻ്റെ വർക്കും ഫിനിഷ് ആയിട്ടുണ്ട്. കുറച്ച് ഭാഗത്തായിട്ട് നമുക്ക് ലൈറ്റിങ്സ് ഒക്കെ ഫിറ്റ് ചെയ്ത കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മളങ്ങനെ ഉപ്പള ഗേറ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉപ്പള ഗേറ്റിലൊരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. നേരത്തെ നമുക്ക് മഴക്കാലത്ത് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല വെള്ളക്കെട്ട് അനുഭവപ്പെട്ട സ്ഥലമായിരുന്നു ഇവിടെ. ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ പ്രോബ്ലമൊക്കെ ഇവർ പരിഹരിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ മുതൽ ക്രാഷ് ബാരിയറിൻ്റെയും സെൻറ്റർ ഡിവൈഡറിൻ്റെയും വർക്കൊക്കെ ഫിനിഷായിട്ട് ഇവിടെ പെയിൻറ്റിങ് വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ട് ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെങ്കള തലപ്പാടി റീച്ചിൽ വർക്ക് ഏകദേശം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റുള്ള റീച്ചുകളെ അപേക്ഷിച്ചിട്ട് വളരെ ഫാസ്റ്റാണ് കേട്ടോ നമ്മുടെ ULCC വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നത്. നമ്മളങ്ങനെ ഉപ്പള ഗേറ്റിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ നേരത്തെ ഫിനിഷ് ആയതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നമ്മൾ പൊസോട്ട് മുതൽ ഉപ്പള ഗേറ്റ് വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സുമായി കാണാം. അതുവരെയും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ.